പ്രിയ മേഡം രാശിക്കാരെ, മകരം രാശിയിലെ ചന്ദ്രൻ നിങ്ങളുടെ ആത്മവിശ്വാസം അല്പം ഇളക്കിവിട്ടേക്കാം. ഇത് അറിയാത്ത കാരണങ്ങളാലോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണുന്നതിനാലോ ആകാം. നിങ്ങളുടെ അഭിലാഷങ്ങൾ നേടാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾ ഒരു ചുവട് പിന്നോട്ട് പോകേണ്ടിവരും. സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്, അതിനാൽ അവ ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ പ്രതീക്ഷകൾ ന്യായമായ നിലയിൽ നിലനിർത്തുക. പ്രായോഗികമായിരിക്കാൻ തയ്യാറാകുക. കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാവധാനത്തിലും സ്ഥിരമായും മുന്നോട്ടു പോകുക. ജീവിതത്തിൽ ഒന്നും എളുപ്പത്തിൽ ലഭിക്കില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. നീല നിറം നിങ്ങൾക്ക് ഇന്നത്തെ ഭാഗ്യനിറമാണ്. ഉച്ചയ്ക്ക് 2 മുതൽ 5 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമായി കണക്കാക്കപ്പെടുന്നു. ഈ വർഷം ശനിയുടെ സ്വാധീനം ശക്തമായിരിക്കും. അതിനാൽ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളെ ഉപദേശിക്കുന്നത് പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക എന്നതാണ്. ഇത് നിങ്ങൾക്ക് തിരിച്ചടികളിൽ നിന്ന് സംരക്ഷണം നൽകും. പ്രിയ ഇടവം രാശിക്കാരെ, ഉടൻ തന്നെ ചന്ദ്രൻ മകരം രാശിയിലേക്ക് നീങ്ങുന്നു. നിങ്ങൾ ഒരു അത്ഭുതകരമായ മാനസികാവസ്ഥയിലായിരിക്കാം. വിദ്വേഷങ്ങൾ ഉപേക്ഷിക്കാൻ ഇത് ഒരു നല്ല ദിവസമായി തോന്നുന്നു. നിങ്ങളെ നിരാശപ്പെടുത്തുന്നതും അസ്വസ്ഥമാക്കുന്നതുമായ കാര്യങ്ങളിൽ നിന്ന് സ്വയം അകന്നു നിൽക്കാൻ ശ്രമിക്കുക. ഇന്ന് ശാന്തമായ പ്രവർത്തനങ്ങൾക്കായി കുറച്ച് അധിക സമയം നീക്കിവെക്കുക. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ തോന്നലുകളെ വിശ്വസിക്കുക. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ശുപാർശ ചെയ്യുന്നത് ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമാണ് എന്നാണ്. ചാരനിറം ഇന്ന് നിങ്ങളുടെ ഭാഗ്യനിറമാണ്. ഈ വർഷം രാഹുവിന്റെ ഊർജം നിങ്ങളെ ചുറ്റിപ്പറ്റിയതിനാൽ വൈകാരിക സന്തുലിതാവസ്ഥയും ശാന്തമായ ഐക്യവും കൈവരിക്കാൻ കഴിയും. പരിഹാരം: വിശ്രമിക്കാനുള്ള ഇടവേള എടുക്കുക. പ്രിയ മിഥുനം രാശിക്കാരെ, മകരം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് ഒരു സമ്മിശ്ര ദിവസമായിരിക്കും. പരീക്ഷാ ഫലത്തെക്കുറിച്ചോ യൂണിവേഴ്സിറ്റി അപേക്ഷയെക്കുറിച്ചോ കേൾക്കാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചില സന്തോഷവാർത്തകൾ പ്രതീക്ഷിക്കാം. സന്തോഷവാർത്ത നിങ്ങളുടെ കുടുംബവുമായി പങ്കുവെക്കുക. തുടർന്ന് ഒരു പാർട്ടി നടത്തുക. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നതനുസരിച്ച് ഏതെങ്കിലും നിയമപരമായ കേസുകളിൽ നിന്ന് വിട്ടുനിൽക്കുക. കാരണം വിധി നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല. രാവിലെ 10 മണി മുതൽ രാവിലെ 11:40 വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമാണ്. ഇന്നത്തേക്ക് ഓറഞ്ച് നിറം നിങ്ങളുടെ ഭാഗ്യനിറമായിരിക്കും. ഈ വർഷം വ്യാഴം വികാസത്തെ നയിക്കുന്നതിനാൽ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങൾക്ക് സമൃദ്ധി ആകർഷിക്കാൻ ചില പ്രതിവിധികൾ നിർദ്ദേശിക്കുന്നു. പ്രതിവിധി: വ്യക്തതയ്ക്കായി ധ്യാനിക്കുക. പ്രിയ കർക്കടകം രാശിക്കാരെ, ഇന്ന് നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ വർധനവ് നിങ്ങൾ ശ്രദ്ധിക്കും. ഇതെല്ലാം ചന്ദ്രൻ മകരം രാശിയിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഇത് നിങ്ങളുടെ പ്രയോജനത്തിനായി തീർച്ചയായും ഉപയോഗിക്കണം. നിങ്ങളുടെ സന്തോഷകരമായ മനോഭാവവും ആത്മവിശ്വാസവും കൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ളവരെ നിങ്ങൾ നിസ്സംശയമായും ആകർഷിക്കും. ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരാൾക്ക് നിങ്ങളിൽ അത്രയധികം സന്തോഷം തോന്നിയേക്കാം. അവർ നിങ്ങൾക്ക് നിരസിക്കാൻ കഴിയാത്ത ഒരു അവസരം വാഗ്ദാനം ചെയ്യും. തവിട്ടുനിറം നിങ്ങൾക്ക് ഭാഗ്യനിറമാണ്. വൈകുന്നേരം 5 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമായിരിക്കും. ഈ വർഷം വ്യാഴം നിങ്ങളുടെ ഊർജം വികസിപ്പിക്കുന്നതിനാൽ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക വസ്തു ധരിക്കുന്നത് നിങ്ങളുടെ അവബോധത്തെ നയിക്കും. കൂടാതെ ഒരു പ്രത്യേക വസ്തു വൈകാരിക ഭാരം സുഖപ്പെടുത്തുമെന്നാണ്. പ്രതിവിധി: പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, മകരം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ നിങ്ങൾ അസ്വസ്ഥരും ക്ഷമയില്ലാത്തവരുമായിരിക്കും. ഇന്ന് നിങ്ങൾ തെറ്റായി ഒന്നും ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ നയതന്ത്രപരമായ കഴിവുകൾ ഇന്ന് പരീക്ഷിക്കപ്പെടും. നിങ്ങളുടെ അടുത്തുള്ള ആരെങ്കിലും നിങ്ങളെ ശല്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പരിധികൾ ലംഘിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അമിതമായി കഠിനമാകാതെ അവരോട് നിർത്താൻ ആവശ്യപ്പെടുന്ന ഒരു മാർഗം നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. മറ്റുള്ളവരോട് ക്രൂരമായി പെരുമാറുന്നത് നിങ്ങളുടെ സന്ദേശം കൈമാറാനുള്ള ഏറ്റവും നല്ല മാർഗമല്ലെന്ന് ഓർമ്മിക്കുന്നത് പ്രധാനമാണ്. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് പച്ചനിറം നിങ്ങളുടെ ഭാഗ്യനിറമാണ്. വൈകുന്നേരം 3 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമാണ്.
ഈ വർഷം രാഹുവിന്റെ നിഴൽ ഊർജം ശക്തമായിരിക്കും. സംരക്ഷണത്തിനും വ്യക്തതയ്ക്കും വേണ്ടി താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഒരു പ്രതിവിധിയായിട്ടോ പുസ്തകം വായിക്കാൻ ശുപാർശ ചെയ്യുന്നു. പ്രിയ കന്നി രാശിക്കാരെ, ഇന്ന് മകരം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിങ്ങൾക്ക് മന്ദതയും ആലസ്യവും അനുഭവപ്പെടും. നിങ്ങളുടെ എല്ലാ തീർപ്പാക്കാത്ത ജോലികളും പൂർത്തിയാക്കാനും സമയപരിധി പാലിക്കാനും സ്വയം പ്രചോദിതരായിരിക്കാനുള്ള വഴികൾ നിങ്ങൾ കണ്ടെത്തണം. മികച്ച ഫലങ്ങൾക്കായി പ്രധാനപ്പെട്ട പരിപാടികളും മീറ്റിംഗുകളും രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ക്രമീകരിക്കണം. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് ദിവസാവസാനത്തോടെ നിങ്ങളുടെ മങ്ങിയ ദിവസത്തെ പ്രകാശമാനമാക്കാൻ ചില നല്ല വാർത്തകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏതെങ്കിലും നെഗറ്റീവ് ഊർജം ഒഴിവാക്കാൻ ഇന്ന് വയലറ്റ് നിറം ഒഴിവാക്കുക. ഈ വർഷത്തെ ശനിയുടെ ഊർജം പുരോഗതിയെ മന്ദഗതിയിലാക്കിയേക്കാം. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഒരു പുതിയ ഹോബി പരീക്ഷിക്കാൻ ശുപാർശ ചെയ്യുന്നു. പ്രിയ തുലാം രാശിക്കാരെ, മകരം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയേക്കാം. കൂടാതെ കാര്യങ്ങളെ നെഗറ്റീവ് കാഴ്ചപ്പാടിൽ കാണാനുള്ള പ്രവണതയും നിങ്ങൾക്കുണ്ടായേക്കാം. ഇത് നിങ്ങളെ പ്രകോപിപ്പിക്കുകയും ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾ ദേഷ്യപ്പെടുകയും ചെയ്തേക്കാം. ഈ സമയത്ത് ശ്രദ്ധിക്കുക, കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ ഉത്തരവാദിയായിരിക്കും. അതിനാൽ കുടുംബാംഗങ്ങളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധയോടെ പെരുമാറുക. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ആഴത്തിൽ ശ്വാസമെടുക്കാനും വിശ്രമിക്കാനും നിർദ്ദേശിക്കുന്നു. ഇതൊരു താൽക്കാലിക ഘട്ടം മാത്രമാണെന്നും അത് വേഗത്തിൽ കടന്നുപോകുമെന്നും ഓർക്കുക. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി 15 മിനിറ്റ് വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമാണ്. ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറം ലാവെൻഡർ ആണ്. 2026-ൽ ശനിയുടെ ശക്തമായ ഊർജം സ്ഥിരപ്പെടുത്തുക. പ്രതിവിധി: പതിവായി വ്യായാമം ചെയ്യുക. പ്രിയ വൃശ്ചികം രാശിക്കാരെ, മകരം രാശിയിലെ ചന്ദ്രൻ നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയും ഏത് ദിശ തിരഞ്ഞെടുക്കണമെന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയിലാക്കുകയും ചെയ്യും. നിങ്ങൾ ശക്തമായ മനസ്സോടെ ഇരിക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ സ്വാധീനിക്കപ്പെടാതിരിക്കുകയും വേണം. നിങ്ങൾ ശക്തനും സ്വതന്ത്രനുമായ ഒരു വ്യക്തിയാണ്. പക്ഷേ മറ്റുള്ളവർ നിങ്ങൾക്കായി തീരുമാനങ്ങൾ എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്വന്തം അഭിപ്രായം എന്തുകൊണ്ട് കേൾക്കുന്നില്ല? നിങ്ങളുടെ താൽപ്പര്യങ്ങൾ മനസ്സിൽ വെക്കാത്ത ആളുകളെക്കുറിച്ച് ശ്രദ്ധിക്കുക. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ഉൾബോധവും ഉള്ളിലെ ശബ്ദവും നിങ്ങളുടെ ഉറ്റ ചങ്ങാതിയാകട്ടെയെന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ പച്ച നിറം ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യ നിറമാണ്. ഈ വർഷം ശനിയുടെ കഠിനമായ പാഠങ്ങൾക്കിടയിൽ വൈകാരിക വ്യക്തതയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. പരിഹാരം: ശാന്തമായ സംഗീതം കേൾക്കുക. നിങ്ങളുടെ ചെലവുകളിൽ തിടുക്കപ്പെട്ട തീരുമാനങ്ങൾ എടുക്കരുത്. അതിനനുസരിച്ച് നിങ്ങളുടെ സാമ്പത്തികം ബജറ്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലെ മറ്റ് മേഖലകളിൽ യാഥാസ്ഥിതികരായിരിക്കുക. കാരണം ഇന്ന് അപ്രതീക്ഷിത പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മകരം രാശിയിലെ ചന്ദ്രൻ നിങ്ങളെ അല്പം ആശയക്കുഴപ്പത്തിലാക്കുകയും വിഷാദത്തിലാക്കുകയും ചെയ്യാം. ഈ ഗ്രഹസംക്രമണം കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള സാമ്പത്തിക നഷ്ടങ്ങളെയും കാലതാമസങ്ങളെയും കുറിച്ച് ശ്രദ്ധാലുവായിരിക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ധനുരാശിക്കാരോട് ഉപദേശിക്കുന്നു. ഇന്ന് കഠിനാധ്വാനം ചെയ്യുക. നല്ലൊരു നാളെയുടെ പ്രതീക്ഷയോടെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകുക. കടും ചാരനിറം ധരിക്കുന്നത് ഭാഗ്യകരമായിരിക്കും. ആവശ്യമുള്ള ഫലങ്ങൾ നേടുന്നതിന് ഏതെങ്കിലും പ്രധാനപ്പെട്ട ജോലികൾ വൈകുന്നേരം 3 മണി മുതൽ വൈകുന്നേരം 4:30 മണി വരെ ഷെഡ്യൂൾ ചെയ്യണം. ഈ വർഷം വ്യാഴം ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനാൽ പുതിയ അവസരങ്ങൾ ആകർഷിക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാൻ ഉപദേശിക്കുന്നു. പ്രിയ മകരം രാശിക്കാരെ, മകരം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ആശയവിനിമയ കഴിവുകളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. മകരം രാശിക്കാരെ, മകരം രാശിയിലെ ചന്ദ്രൻ നിങ്ങളുടെ പഴയ ദിനചര്യയ്ക്ക് ഒരു പുതിയ ഉണർവ് നൽകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. നിങ്ങൾ വളരെക്കാലമായി ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഒടുവിൽ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? പതിവ് ചിന്തകളിൽ നിന്ന് മാറി ആരും
നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ചെയ്യാനുള്ള സമയമാണിത്. നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും നല്ല ചിരിക്ക് തടസ്സമായി ഒന്നും വരാൻ അനുവദിക്കരുത്. വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെയുള്ള സമയം നിങ്ങളുടെ ദിവസത്തിലെ ഏറ്റവും ഭാഗ്യസമയമായിരിക്കും. ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറം ചുവപ്പാണ്. ഈ വർഷം രാഹുവിന്റെ പ്രവചനാതീതമായ പ്രവാഹങ്ങൾ കാരണം താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളെ സ്വയം സ്ഥിരപ്പെടുത്താനും സമ്മർദ്ദകരമായ സംഭാഷണങ്ങൾ ഒഴിവാക്കാനും ഉപദേശിക്കുന്നു. പ്രിയ കുംഭം രാശിക്കാരെ, ചന്ദ്രൻ മകരം രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങളിൽ ചിലർ വിവിധ കാരണങ്ങളാൽ മാനസിക സമ്മർദ്ദത്തിലും ക്ഷീണത്തിലുമാണ്. ഇന്ന് ശാന്തമായിരിക്കുക. എല്ലാ വില കൊടുത്തും കലഹങ്ങൾ ഒഴിവാക്കുക. മനസ്സിനെ ശാന്തമാക്കാൻ തർക്കങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. സ്വയം കുറച്ച് സമയം ചെലവഴിക്കുക. പുതുതായി ലഭിക്കുന്ന ഈ മാനസിക സമാധാനം നിങ്ങളെ ആശ്വസിപ്പിക്കും. ലാവെൻഡർ നിറം ധരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരുമെന്ന് പറയപ്പെടുന്നു. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമാണ്. ഈ വർഷം നിങ്ങളുടെ ജാതകത്തിൽ ശനി ശക്തമായതിനാൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ചില പ്രത്യേക രത്നങ്ങളോ ക്രിസ്റ്റലുകളോ വെക്കുക. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ മകരം രാശിയിലാണ്. ഇന്ന് വിനോദത്തിനും വിശ്രമത്തിനും നല്ല ദിവസമാണ്. വളരെക്കാലത്തിനു ശേഷം ഇന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പമായേക്കാം. സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്നത് നിങ്ങൾക്ക് സന്തോഷവും ആനന്ദവും നൽകിയേക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തിടെ സംഭവിച്ച മാറ്റങ്ങളെ അഭിനന്ദിക്കാനും ഇത് നിങ്ങളെ സഹായിച്ചേക്കാം. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് നിങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കാനും ഭാവിക്കായി ആസൂത്രണം ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഈ സമയം ഉപയോഗിക്കണം. കൂടാതെ പുതിയ ബൗദ്ധിക താൽപ്പര്യങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ മടിക്കരുത്. അതിനാൽ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുക. തുടർന്ന് ആ താൽപ്പര്യങ്ങൾ പിന്തുടരാൻ സമയം കണ്ടെത്തുക. ശനിയുടെ ശക്തമായ സ്വാധീനം കാരണം ശ്രദ്ധയും സന്തുലിതാവസ്ഥയും വർദ്ധിപ്പിക്കാൻ കഴിയും. പ്രതിവിധി: ആരോഗ്യകരമായ ഭക്ഷണം പാചകം ചെയ്യുക.